ഞാൻ ഇന്ന് രാവിലെ വായിച്ച അധ്യായം ഐ വാണ്ടഡ് ടു സ്പീക്ക് ഫ്രം ഇറ്റ്. ഞാൻ അതിന് സംസാരിക്കാം. ലെറ്റ്സ് സീ ഹൗ ഗോഡ് ലീഡ്സ്, റൈറ്റ്? പക്ഷേ വായിച്ച അധ്യായം എന്ന് പറയുന്നത് സങ്കീർത്തനം 3 ആയിരുന്നു. ആക്ച്വലി സങ്കീർത്തനം 3-ന്റെ 1-ാം വാക്യം ഒന്ന് വായിക്കും. യഹോവേ, എൻ്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു. അത് മതി ആക്ച്വലി എന്നോട് ആ അധ്യായം മുഴുവനും വായിക്കേണ്ട ഒരു അധ്യായമാണ്. ഈ അധ്യായം, ഈ സങ്കീർത്തനം ദാവീദ് എഴുതിയിട്ടുള്ള എല്ലാ സങ്കീർത്തനങ്ങളിലും വെച്ച് ഏറ്റവും ദാവീദ് എഴുതിയതിൽ ഏറ്റവും കൂടുതൽ ദാവീദിനെ വേദനിപ്പിച്ചിട്ടുള്ളൊരു സങ്കീർത്തനമാണ്. വൈ? എനിവൺ നോസ്? എല്ലാവരും നോട്ട് ചെയ്തുകൊണ്ട് ചോദിച്ചോ വൈ? റൈറ്റ്. ഈ സങ്കീർത്തനം ദാവീദ് ഫിലിസ്ത്യരുടെ അടുത്ത് നിന്ന് ഓടിയ സമയത്ത്, ശൗലിന്റെ അടുത്ത് നിന്ന് ഓടിയ സമയത്ത്, ഇടയനായിരുന്ന സമയത്ത് എഴുതി 23-ാം സങ്കീർത്തനം. അനേക സങ്കീർത്തനങ്ങളിൽ, 70-80 സങ്കീർത്തനങ്ങളിൽ ഒരു സങ്കീർത്തനമാണ് എൻ്റെ വൈരി എന്ന് പറയുന്നത് സ്വന്തം മകനെയാണ്. ഇവിടെ അവൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നത് സ്വന്തം മകന്റെ മരണമാണ്. ഈ അധ്യായത്തിലെ പ്രാർത്ഥന ദൈവം കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഡേവിഡ് വിൽ വിൻ, but still he would lose. If the answer is not heard, they would still win and still he would lose. Right? ദാവീദിന് ഒത്തിരി കാര്യങ്ങൾ ദാവീദ് ചെയ്തു. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. ദാവീദിനെ പറ്റി എത്ര വേണമെങ്കിലും നമുക്ക് പറയാം, അല്ലെ? ദൈവത്തിന്റെ ആലയം പണിയാൻ ഉള്ള ആശയം ദൈവത്തിൽ നിന്നല്ല ആക്ച്വലി വരുന്നത്. ഇറ്റ് കംസ് ഫ്രം എ മാൻ കോൾഡ് ഡേവിഡ്. ഹി കംസ് ടു ഗോഡ് ആൻഡ് സേ, ഹൗ ക്യാൻ ഐ ലിവ് ഇൻ എ പാലസ് വെൻ ദ ആർക്ക് ഓഫ് ഗോഡ് ഇസ് ഔട്ട് ഇൻ എ ടെന്റ്? നിന്റെ പെട്ടകം കൂടാരത്തിൽ കിടക്കുമ്പോൾ എങ്ങനെയാണ് ഞാൻ ഒരു കൊട്ടാരത്തിൽ ജീവിക്കുന്നത്? ആൻഡ് ദാറ്റ് ഈസ് ദ ബർത്ത് ഓഫ് ദ ടെമ്പിൾ ഓഫ് ഗോഡ്. Second Samuel chapter 7. വായിക്കണ്ട. ഗോയിങ് ഓൺ, റൈറ്റ്? സോ ദാറ്റ് വാസ് ഡേവിഡ്. പക്ഷെ നമ്മൾ ദാവീദിന്റെ ജീവിതം തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, ഹിസ് ഹോം വാസ് കംപ്ലീറ്റ്ലി ഡെവസ്റ്റേറ്റഡ്. റൈറ്റ്? ദാവീദിന്റെ ജീവിതം എന്ന് പറയുന്നത്, സ്വന്തം കുടുംബം വാസ് എ മെസ്. എല്ലാ ഞായറാഴ്ചയും ദാവീദ് ആരാധനയ്ക്ക് വരും. പ്രോബബ്ലി കർത്തൃമേശ ചെയ്യുമായിരുന്നു. കർത്തൃമേശ ഇൻ ദ സെൻസ് ദ ബ്രെഡ് ഇൻ ദ ടെമ്പിൾ. അല്ലെങ്കിൽ വർഷിപ്പിൽ ഇടിയുമായിരുന്നു, പ്രസംഗിക്കുമായിരുന്നു, അല്ലെങ്കിൽ ചർച്ചിൽ വന്ന് സാക്ഷ്യം പറയുമായിരുന്നു, കണ്ണുനീരോടുകൂടി ആരാധിക്കുമായിരുന്നു. എവറിത്തിങ് ജെനുവിൻ. എല്ലാം ആത്മാർത്ഥമായിട്ട് സങ്കീർത്തനങ്ങളും ഒക്കെ എഴുതിയ ദാവീദ്, ഹി ഫെയിൽഡ് ഇൻ അറ്റ് ഹിസ് ഹോം. റൈറ്റ്? ദാവീദിന്റെ ആ ഒരു തകർച്ച എന്ന് പറയുന്നത്, അത് പെർട്ടിക്കുലർലി നമ്മുടെ ജീവിതത്തിൽ തകർച്ച ആദ്യ കാലങ്ങളിലാണെങ്കിൽ നമുക്ക് സോൾവ് ചെയ്തെടുക്കാം. പക്ഷെ നമ്മുടെ തകർച്ചകൾ നമ്മുടെ സെക്കൻഡ് ഹാഫ് അല്ലെങ്കിൽ ലാറ്റർ ഹാഫ് ഓഫ് എ ലൈഫ് ആണെങ്കിൽ യൂഷ്വലി ഇറ്റ്സ് എ പെയിൻ. റൈറ്റ്? ദാവീദിന്റെ ജീവിതത്തിലെ പെയിൻ അതായിരുന്നു. സ്വന്തം മകൻ ആയ അമ്നോൻ, വേറൊരു ഭാര്യയിലുള്ള മകൻ, സ്റ്റെപ്പ് ഡോട്ടർ ഇൻ കേസ് ഓഫ് സ്റ്റെപ്പ് സിസ്റ്റർ ഫോർ അമ്നോൻ വാസ് താമർ. വി നോ ദ സ്റ്റോറി. ഹിസ് ഫാമിലി ഹാഡ് റേപ്സ് ഹാപ്പനിങ്. And another son called Absalom kills Amnon and many other sons. What a mess, what a pain. ആ ഒരു സന്ദർഭത്തിൽ എഴുതുന്ന സങ്കീർത്തനമാണ് സങ്കീർത്തനം 3. അതിന്റെ കോണ്ടെക്സ്റ്റ് ഒത്തിരി ഭാഗങ്ങളുണ്ട് ആക്ച്വലി. ഷിമയി എന്ന് പറയുന്ന ഒരു വ്യക്തി കല്ലെറിയുന്നുണ്ട് ദാവീദിനും ദാവീദിന്റെ കൂട്ടർക്കുമെതിരെ. ദാവീദ് പറയുന്നുണ്ട്, ദൈവം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവൻ എന്തോ ചെയ്യട്ടെ, whatever he, because that was a state of David. എൻ്റെ മെസ്സേജും ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതും അത് തന്നെ ആക്ച്വലി. are we losing our children? റൈറ്റ്? ഇത് ഞാൻ പറയുമ്പം അതിൻ്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഞങ്ങൾ യൂത്തിൻ്റെ ഇടയിൽ വർക്ക് ചെയ്യുന്നതാണ്. I've been working with youth. iChan works with youth. ഇവിടുന്ന് വരുന്ന പല പിള്ളേരും പല സമയങ്ങളിൽ, ഇവിടുന്ന് വരുന്ന പിള്ളേർ വളരെ നിഷ്കളങ്കരായ പിള്ളേരാണ്. ടു ബി ഫ്രാങ്ക്, പല പിള്ളേരും ബാംഗ്ലൂർ വരുന്ന പല പിള്ളേരും റോഡ് ക്രോസ് ചെയ്യാൻ അവർക്ക് അറിയത്തില്ല ഓൺ ഡേ 1. റൈറ്റ്? ഒരു മാസം കൊടുക്കുന്നു റോഡ് ക്രോസ് ചെയ്യാൻ. റൈറ്റ്? പക്ഷേ ദേ വിൽ ഓൾ ഗെറ്റ് ക്യാച്ച് അപ്പ്. 6 months they are the heroes of Bangalore. റൈറ്റ്? നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ ഒരു കംഫർട്ട് സിസ്റ്റം അല്ല ദ വേൾഡ് ഹാസ് ചേഞ്ച്ഡ്. റൈറ്റ്? നമ്മൾ ചിന്തിക്കുന്നതെല്ലാം മാറി. നമ്മൾ ചിന്തിക്കുന്നതിനും വളരെ അപൂർവം. ഞാൻ കുറച്ച് നാൾ മുമ്പ് ഒരു പയ്യൻ, മിഡിൽ ഈസ്റ്റിൽ നിന്നൊരു പയ്യനോട് സംസാരിക്കാൻ പറയുന്നത്, അച്ഛാ, ഐ നോ ഹൗ ടു മേക്ക് സിഗരറ്റ് സർക്കിൾസ് ലൈക്ക് ഡിഫറെൻറ്റ് സർക്കിൾസ്. പിന്നെ സിഗരറ്റ് വലിച്ച് വിശ്വാസി വന്നുള്ളവർക്ക്, സിഗരറ്റ് വലിച്ചിട്ട് വിശ്വാസി വന്നല്ല, സിഗരറ്റ് പണ്ട് വലിച്ചു പിന്നെ വിശ്വാസത്തിൽ വന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ യു മൈറ്റ് നോ ഓൾ ഓഫ് ദിസ്. പറയുന്ന ആ കൊച്ചൻ എന്നോട് പറയുന്നത്, അച്ഛാ, ഈ വെക്കേഷൻ ഓൾസോ ഐ വിൽ ഗോ, ബിക്കോസ് എല്ലാ 6 മാസം പോയി വിസ പുതുക്കിക്കൊണ്ടിരിക്കണം. സ്റ്റിൽ ഐ വിൽ വെയർ എ വൈറ്റ് ഷർട്ട്,
കം ടു ചർച്ച്. 118 സങ്കീർത്തനം ഞാൻ മുന്നി എന്ന് പറയും. മൈ ലൈഫ് ഈസ് ഇൻ എ മെസ്. എത്ര നമ്മുടെ എത്ര കുഞ്ഞുങ്ങൾക്ക് അമ്മയോടും അപ്പനോടും വന്ന് ദേ ക്യാൻ ടെൽ ദ ലൈഫ്. പറയുന്നതിന് മുമ്പ് തന്നെ ഇടിയും അടിയാണോ നടക്കുന്നത്, ഓർ ക്യാൻ ദേ ഓപ്പൺ അപ്പ്? അവർ സെക്ഷുവാലിറ്റി എന്ന് പറയുന്ന സബ്ജക്റ്റ് പഠിക്കുന്നത് ചർച്ചിൽ നിന്നാണോ, സൺഡേ സ്കൂളിൽ നിന്നാണോ, അതോ വല്ല നെറ്റ്ഫ്ലിക്സിലെ വല്ല സീരീസിൽ നിന്നാണോ, അവരുടെ ഫ്രണ്ട്സിൽ നിന്നാണോ? ഇന്നത്തെ പുതിയ മൂവീസ്, ബ്യൂട്ടി ആൻഡ് ദ ബീസ്റ്റ്, പുതിയ മൂവിയൊന്നും അല്ല, ഡിസ്നിയുടെ മൂവീസിനെ പറ്റി പറയുന്നത്. 2016 അഡൽട്സ് ഓൺലി മൂവീസ് അല്ല, 4 വയസ്സും 3 വയസ്സുള്ള പിള്ളേർ കാണുന്ന മൂവീസ് ബ്യൂട്ടി ആൻഡ് ദ ബീസ്റ്റ്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇറ്റ് ഹാസ് ഹോമോസെക്ഷുവാലിറ്റി ഇൻ ഇറ്റ്. വേൾഡ് ഇസ് ഇൻ എ ഡിഫറെന്റ് റേസ് ആൻഡ് വി ആർ സ്ലീപ്പിംഗ് ഇൻ ദ ചർച്ച്. റൈറ്റ്? കഴിഞ്ഞ ദിവസം ICBF ക്യാമ്പിൽ ഞങ്ങൾ പലരും ചോദിച്ചു സം സിമ്പിൾ ക്വസ്റ്റ്യൻ. ഞാൻ ഒരിക്കൽ ഐ ഹാഡ് ടു പ്രൂവ് ദിസ് ഇൻ മൈ ചർച്ച്. I had to prove this in my church to my pastor, that pastor, our kids don't know the Lord. You think they know the Lord, they don't know the Lord. They sing songs, they praise, they do a lot of things, but they don't know the Lord. Pastor, no illa mane, they know the Lord. Then I said, do one thing, right? This Sunday, church ne രണ്ടായിട്ട് തിരിക്കുക. Give the kids to me for half an hour. I will do an anonymous survey. അനോണിമസ് സർവേ എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റനെയർ എല്ലാ കുഞ്ഞുങ്ങൾക്കും കൊടുക്കും. അവരവരെ പേര് എഴുതാൻ പാടില്ല, അവരെ ഹാൻഡ് റൈറ്റിംഗിൽ മറുപടി എഴുതാൻ പാടില്ല. ജസ്റ്റ് പുട്ട് ടിക്ക്. 8-10 ക്വസ്റ്റ്യൻ. നിങ്ങൾ വാസ്തവമായി രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ എത്ര പേര് സെക്ഷുവലി പോണിന് അഡിക്റ്റഡ് ആണ്? ഹൗ മെനി ഓഫ് യു ഹാവ് ഗേൾ ഫ്രണ്ട്സ് ആൻഡ് ബോയ് ഫ്രണ്ട്സ് ആൻഡ് ഡു യു റിയലി ഈവൻ ബിലീവ് ഇൻ ഗോഡ്? ഞാൻ പറയുന്നത് ദ റിസൾട്ട് വാസ് അലാമിങ്. റിസൾട്ട് വാസ് ഡെവസ്റ്റേറ്റിംഗ്. കാര്യം ഞാനീ പറയുന്ന പല കാര്യങ്ങളും, നമ്മൾ പറയുന്ന പല മലയാളം പോലും ഇവർക്ക് മനസ്സിലാവുന്നുണ്ടാവത്തില്ല. റൈറ്റ്? ഇവരെ നമ്മുടെ ആ സ്പിയറിൽ നിന്ന് നമ്മൾ വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? They don't really believe in God. യേശുക്രിസ്തു പറയുന്നൊരു വാക്യമുണ്ട്, ഒരു മനുഷ്യൻ സകല ഭൂമിയും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? ഞാൻ നമ്മളോട് ചോദിക്കട്ടെ, ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്ന കാര്യം, എന്നോടല്ല, എന്നോട് ഒരു സത്യമായൊരു സ്റ്റേറ്റ്മെന്റ് അത്. ഇഫ് ഐ ഗെയിൻ ദ എൻറ്റയർ വേൾഡ്, ഡ്രൈവ്സ് ദ ബെസ്റ്റ് കാർസ് ഇൻ ഖത്തർ, മേക്സ് ദ ബെസ്റ്റ് ഹൗസസ് ഇൻ കേരള, ആൻഡ് സ്റ്റിൽ ഇഫ് മൈ ചിൽഡ്രൻ ആർ ലോസ്റ്റ്, വാട്ട് ഇസ് ദ ഹോൾ പോയിന്റ്? സകല ഭൂമിയും കീഴടക്കി എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഈലൺ മസ്ക്, ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരന്റെ ഒരു സ്റ്റേറ്റ്മെന്റാ, മൈ സൺ ഹാസ് ഡൈഡ്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ഈ ആർട്ടിക്കിൾ? My son has died. ഒരു 4 കൊല്ലം 2 കൊല്ലം മുമ്പ് ഒരു ആർട്ടിക്കിൾ. അത് തൻ്റെ ഒരു മകൻ start deciding that he is not a he is a she. അവർ രണ്ടുപേരും സംസാരിക്കത്തില്ല. That is a world we are living in. ഞാൻ പലപ്പോഴും അമ്പരപ്പെട്ടിട്ടുണ്ട്. മലയാളി പെൻഡക്കോസ്, പെർട്ടിക്കുലർലി മലയാളീസ്, പെൻഡക്കോസ് അല്ല മലയാളീസ്. ഞാൻ തമിഴ്നാട്ടിലുള്ളവരോ ആന്ധ്രയിലോ ഒന്നും കർണാടകയിലും ഇത്രയും കണ്ടിട്ടില്ല. മലയാളീസിന്റെ എന്തോ ഒരു ഒബ്സെഷൻ ഉണ്ട്. 12 വയസ്സ് കഴിഞ്ഞ പിള്ളേരെ കാനഡയിലോട്ട് പറഞ്ഞുവിടാൻ. നിങ്ങൾക്ക് ഈ ലോകത്തെ പറ്റി നിങ്ങൾ പോയിട്ടുണ്ടോ കാനഡയിൽ? ഞാൻ കാനഡയിൽ പോയി താമസിച്ചിട്ടുണ്ട്. മർജുവാന ഫ്രീ ആയിട്ട് കിട്ടുന്ന സ്ഥലം ഉണ്ടെങ്കിൽ യു ഹാവ് ടു ഗോ ടു കാനഡ. പെൺകുട്ടിയെ തൻ്റെ പിതാവ്, പെൺകുട്ടിയാണ്, 13 വയസ്സുള്ള ഒരു പെൺകുട്ടി, അവള് താൻ ആൺകുട്ടിയാണെന്ന്, ലൈക്ക് ഐ എം എ ട്രാൻസ് മാൻ എന്ന് വിശ്വസിക്കുന്ന ഒരു 13 വയസ്സൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്ന പിതാവ് തൻ്റെ മകളോട് മോളെ എന്ന് വിളിച്ചതിന് ഹി ഗോട്ട് എ പണിഷ്മെന്റ് ഫോർ 3 months. എന്ത് എക്സൈറ്റ്മെന്റ് ആണെന്നറിയോ? എങ്ങനെയും അമേരിക്കയിൽ എത്തണം, എന്ത് വില കൊടുത്താലും. ഞാൻ എൻ്റെ മെസ്സേജിന്റെ ഭാഗമല്ല, ഐ എം ഓൾവേസ് മൈ ഐസ് ഓൺ ദാറ്റ് നീഡിൽ ടു റീച്ച് ഫോർ ബിഫോർ ദാറ്റ്, റൈറ്റ്? സോ ഞാൻ ചെറുപ്പക്കാരനായിരുന്ന സമയത്ത് ഞാൻ അമേരിക്കയിൽ പോകണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അമേരിക്കയിൽ പോയില്ല. റീസൺ എൻ്റെ ഒരു ആഗ്രഹം ദൈവത്തിന്റെ വേലയുമായിട്ട് ഇന്ത്യയിൽ നിൽക്കണം. അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാനൊരു മൾട്ടിനാഷണൽ കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടായി സ്റ്റേറ്റ് ബാക്ക് ഇൻ ഇന്ത്യ. കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അത് മാത്രമല്ല കാരണം. പ്രായമായ എൻ്റെ മാതാവിൻ്റെയും പിതാവിൻ്റെയൊക്കെ ഒപ്പം ജീവിക്കാൻ പറ്റുന്ന ഇറ്റ്സ് എ ബ്യൂട്ടി, റൈറ്റ്? അത് വന്നു. അതും കഴിഞ്ഞ് 4-5 കൊല്ലം കഴിഞ്ഞ് പിള്ളേരുണ്ടായി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഈ പിള്ളേരെ നഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ ഐ വിൽ സ്റ്റേ ബാക്ക് ഇൻ ഇന്ത്യ.
മിഷൻസ് എല്ലാം ഇമ്പോർട്ടന്റ്, മാതാപിതാക്കൾ എല്ലാം ഇമ്പോർട്ടന്റ്, ബട്ട് ഐ വോണ്ട് മൈ ചിൽഡ്രൻ ടു നോ ദ ലോർഡ്. എന്തുമാത്രം ഈഗോയും കവച്ചസ്നെസ്സുമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നതെന്നറിയോ? ലൈഫ് സ്റ്റൈലിന് വേണ്ടി ഓടുന്നൊരു സമ്പ്രദായം. ലൈഫ് സ്റ്റൈലിനേക്കാളും നിങ്ങൾ മനസ്സിലാക്കണം, 100 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ലോകത്തെ ഏറ്റവും വലിയ പണക്കാരനെക്കാളും ഡീസെന്റ് ആയിട്ടാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. ഇലക്ട്രിസിറ്റി ഇല്ല, വെള്ളം ചൊവ്വനയില്ല, കാറില്ല, ഇല്ലേ? എന്നിട്ടും പോരെ നമുക്ക്. വി വോണ്ട് എക്സ്ട്രീം, അല്ലേ? കൊതുകിന് ഉണ്ടെങ്കിൽ പുള്ളിയാന്ന് കൊതുക് അടിച്ചുകൊണ്ടിരിക്കണേ. ഇതിപ്പോ ഒഡോമോസ് കേൾക്കാൻ പറ്റും നിങ്ങൾക്ക്, ഇല്ലേ? വി ആർ വേ അഡ്വാൻസ്ഡ്. സീസർ പോലും കൊതുകിനെ അടിച്ചുകൊണ്ടിരിപ്പുണ്ടാവുമായിരിക്കും. വി ആർ മോർ, കർത്താവിനെ കൂടുതലായിട്ട് അറിയുമ്പം വി ആർ ബിക്കമിങ് സോ മച്ച് ഓഫ് വേൾഡ്ലി. എന്റെ മെസ്സേജിലോട്ട് ലെറ്റ് മീ കം ടു മൈ മെസ്സേജ് ആൻഡ് ക്ലോസ് ഇൻ ദ നെക്സ്റ്റ് 10 minutes. യോബ് എന്ന് പറയുന്ന വ്യക്തിയോട്, can you just read that chapter, Job chapter 1 ഒന്ന് വായിക്കാമോ? യോബിന്റെ പുസ്തകം 1-ാം അധ്യായം. ഓക്കെ. ഓക്കെ. ഓക്കെ, എല്ലാം വായിക്കണമെന്നില്ല. നിങ്ങൾ ആക്ച്വലി വായിച്ച ഭാഗം ഇത്രേ ഉള്ളൂ. വേർ ഇസ് ജോബ് ഫ്രം, എവിടുന്നാണ് ഇദ്ദേഹം? ഊസ്, റൈറ്റ്? അത് ക്വിസ് ക്വസ്റ്റ്യൻ അല്ല, ഞാൻ അവിടെ എഴുതിയേക്കുന്നത് ഇസ് ദാറ്റ്, റൈറ്റ്? രണ്ടാമത് പറയുന്നതെന്ന് അറിയോ? വേഴ്സ് നമ്പർ 2, ഹു ഈസി, അല്ലേ? നിഷ്കളങ്കനും നേരുള്ളവനും. മൂന്നാമതായിട്ട് പറയുന്നത് എന്തുവാ? അവനുള്ള സകല ലിസ്റ്റും, അല്ലേ? ചുരുക്കത്തിൽ പറഞ്ഞ ഈ പുസ്തകം ഒരു പ്രാവശ്യം വായിച്ചു നമുക്ക് മനസ്സിലാവും അവന് പോവാൻ പോകുന്ന സകല ലിസ്റ്റും, അല്ലേ? ചിന്തിക്കണം, അവന് പോകാൻ പോകുന്ന സകല ലിസ്റ്റുമാണ് അവിടെ എഴുതിയേക്കുന്നത്. എന്നിട്ട് 8-ാം വാക്യം ഒന്ന് വായിക്കണേ. ഓക്കെ, ഇത് ആക്ച്വലി മലയാളത്തില് എഴുതിയേക്കുന്നത് കറക്റ്റ് അല്ല, ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കാം. മലയാളത്തിൽ എഴുതിയേക്കുന്നത് എന്റെ ദാസനായ ഇയ്യോബിനെ നീ ദൃഷ്ടി വെച്ചുവോ. ദൃഷ്ടി വെക്കുന്നതിന് വലിയ പ്രത്യേകതയൊന്നുമില്ല. കാര്യം എന്ന് വെച്ചാൽ ഇയ്യോബിനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഇയ്യോബിന്റെ ചുറ്റും എന്തുണ്ട്? ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. പക്ഷെ ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയേക്കുന്നത് then the Lord said, മിക്ക ട്രാൻസ്ലേഷൻ ഇങ്ങനെ എഴുതിയേക്കുന്നത്, then the Lord said to Satan, have you considered my servant Job? (?) എന്റെ ദാസനായ ഇയ്യോബിനെ നീ ദൃഷ്ടി വെക്കാൻ താല്പര്യമുണ്ടോ? ഓർ ചിന്തിച്ചോ അവനെ പറ്റി? ഈ സ്റ്റോറിയില് ഇയ്യോബിനെ കൊണ്ട് പെടുത്തിയത് ആരാന്നറിയോ? ആരാ? ഇറ്റ് വാസ് ഗോഡ്. അതിന്റെ അടുത്തത് എന്നെ ഒന്ന് വായിക്കാൻ വേണ്ട, തുടർന്നുള്ള വാക്യം. ഓക്കെ, I'll read in English. Correct, right? വെറുതെയോ ഇയ്യോബ്, വെറുതെ ശ്രദ്ധിക്കണം നിങ്ങൾ എല്ലാവരും, ഇത് മാത്രം കേട്ടാലും മതി. വെറുതെയോ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നത്? Does he follow God for nothing? നമ്മൾ ഓരോരുത്തരോടും ദൈവം ഇന്ന് രാത്രി ചോദിക്കുക, വെറുതെ ആണോ മിസ്റ്റർ സുജിൻ കർത്താവിനെ പിഞ്ചില്ലുന്നേ? അവൻ എന്തെങ്കിലൊക്കെ കിട്ടുന്നോണ്ടല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അല്ല കർത്താവെന്ന് പറയാൻ ചങ്കുറപ്പുള്ള എത്ര പേരുണ്ട്? നിങ്ങൾ ശ്രദ്ധിക്കണം, അല്ല കർത്താവെന്ന് ചങ്കുറപ്പ് പറയുമ്പം നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇതൊന്നും കണ്ടില്ലെങ്കിലും നിൽക്കാൻ പറ്റണം. അല്ലാതെ കൂട്ടത്തിൽ കയറി പറഞ്ഞ പോരാ, അല്ല കർത്താവേ, ഐ ഫോളോ ക്രൈസ്റ്റ് ഫോർ നത്തിങ്. വെറുതെയോ ഇയ്യോബ് ദൈവത്തെ പിഞ്ചെല്ലുന്നത് എന്ന് ചോദിക്കുമ്പം, കർത്താവ് എനിക്ക് അറിയത്തില്ല, ചിലപ്പോൾ ഞാൻ ഈ പിഞ്ചെല്ലുന്നത് എനിക്കിവിടെ ജോലി കിട്ടിയതുകൊണ്ടും പ്രാർത്ഥിച്ചപ്പോൾ മറുപടി കിട്ടിയതുകൊണ്ടും രോഗശാന്തി കിട്ടിയതുകൊണ്ടും പല കാര്യം കിട്ടിയതുകൊണ്ടായിരിക്കും. പക്ഷെ ആ ചോദ്യങ്ങൾ മാറേണ്ട സമയമായിരിക്കുന്നു. അങ്ങനെ ആയിരിക്കും നമ്മൾ പലരും വിശ്വാസി വരുന്നത്. പക്ഷെ ആ ചോദ്യങ്ങൾ മാറേണ്ട കാലമായിരിക്കുന്നു. ആ ചോദ്യങ്ങൾ മാറിയാൽ മാത്രമേ നമ്മുടെ തലമുറയുടെ ആത്മീയതയെ പറ്റി ചിന്തിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്ത് വിചാരിക്കുന്നു? 16 വയസ്സും 17 വയസ്സും ആകുമ്പം ഞാൻ ഡോക്ടർ ആയില്ലല്ലോ, എന്റെ മോൻ ഡോക്ടർ ആവാൻ വേണ്ടിയിരിക്കണം എന്ന് വിചാരിക്കും.
പകരം എന്ത് സംഭവിക്കുന്നത്? 16ഉം 17 വയസ്സും നമ്മുടെ പിള്ളേരാകുമ്പോൾ ദാനമായി ദൈവം നമുക്ക് തന്ന കുഞ്ഞുങ്ങളെ, ദൈവമേ അവർ 16ഉം 17ഉം വയസ്സായി വിശ്വസ്തയോടെ ഞാൻ അവളെ വളർത്തി, എന്റെ സ്വപ്നങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ടുള്ളവരല്ല അവര്. പകരം നിന്റെ സ്വപ്നം അവരിൽ വെളിപ്പെടണമെന്ന് ആഗ്രഹിക്കും. അങ്ങനെ ഉള്ളപ്പം there are options. കർത്താവ് അവരെവിടെ പഠിക്കണം, എന്ത് പഠിക്കണം, യു ഡിസൈഡ്. അവരെന്താവണം, യു ഡിസൈഡ്. ഞാൻ ഏറ്റവും കൂടുതൽ വിഷമിച്ചിട്ടുള്ളതെന്ന് അറിയാം നമ്മുടെ പെന്തക്കോസ്ത് സമൂഹത്തിൽ പല വിഷമങ്ങളുണ്ട്. ഇത് ഒരു വിഷമം എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് വിശ്വാസത്തിലിറങ്ങുന്ന നിഷ്കളങ്കമായ ചില പെൺകുട്ടികളെ ICPF ഞങ്ങൾ കണ്ടിട്ടുണ്ട്. മിടുക്കി പിള്ളേർ, ഹിന്ദു വിശ്വാസം എന്നൊക്കെ വരുന്നതായിരിക്കും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ നെയിം പേര് പറയുന്നത് റിയൽ സ്റ്റുഡൻറ് സ്റ്റഡിങ് ഇൻ ബെർക്ലീസ്, അമേരിക്ക, ബ്രൈറ്റസ്റ്റ് കിഡ്സ് ഇൻ ദ പ്ലാനറ്റ്. അപ്പന്റെ അമ്മയുടെ അടി കിട്ടിയിട്ടുള്ള പിള്ളേർ ക്രിസ്തുവിനെ പിഞ്ചെല്ലുന്നു എന്നുള്ള രീതിയിൽ ബ്രൈറ്റസ്റ്റ് ഫാമിലീസ്. ആ പിള്ളേരുടെ പ്രൊപ്പോസൽ എടുത്തിട്ട് നമ്മുടെ ചില ചെറുപ്പക്കാരുടെ ഫാമിലി കൊടുത്താൽ പറയും വി ഡോണ്ട് വാണ്ട് ഹെർ. കാര്യം എന്താ അറിയോ? നമ്മൾ പലപ്പോഴും ദൈവത്തോട് ചോദിക്കാൻ മടിയാ. കാര്യം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടേതായ പല ഡ്രീമുകളും പല കാര്യങ്ങളും നമ്മുടെ ഉള്ളിലുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പലർക്കും ഉൾക്കൊള്ളാൻ താല്പര്യമില്ലായിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് അറിയോ? ദൈവത്തിന്റെ സന്നിധിയിൽ ചോദിക്കാൻ പറ്റണം. വാട്ട് ഈസ് ഗുഡ് ഫോർ മൈ ചൈൽഡ്, whom should they marry, where should they settle. യോബിന്റെ അടിയിലോട്ട് വരുന്ന ഭാഗത്ത് ലെറ്റ് മീ ട്രൈ ടു ക്ലോസ് ഇറ്റ്. എന്റെ അടിയിലോട്ട് ഒന്ന് വായിക്കാമോ? അടിയിലോട്ട് ഓക്കെ, 20-ാം വാക്യം. ലെറ്റ്സ് റെസ്പെക്ട് ടൈം. 20-ാം വാക്യം. ഇത് എപ്പോഴാന്ന് അറിയോ? സകലതും നഷ്ടപ്പെട്ടപ്പം. അവന്റെ കാറ് പോയി, അവന്റെ വീട് പോയി, അവന്റെ സ്വത്ത് പോയി, അവന്റെ സകലതും നഷ്ടപ്പെട്ടപ്പം യോബ് ചെയ്യുന്ന എന്താ അറിയാമോ? സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. Naked I came from my mother's womb. Naked I will depart. The Lord gave, the Lord has taken away. May the name of the Lord be praised. അടുത്ത വാക്യം. In all this, 22-ാം വാക്യം ഒന്ന് വായിക്കാമോ? ഇതിൽ ഒന്നിലും ഇയ്യോബ് പാപം ചെയ്യുകയോ ദൈവത്തിന് ഭോഷത്വം ആരോപിക്കുക എന്ന് പറയുന്നത് അറിയോ? എന്റെ ദൈവമേ, നീ എന്നോട് എന്തിന് ഇത് ചെയ്തു എന്ന ആ സ്റ്റേറ്റ്മെന്റ് ആണ് ഭോഷത്വം. നമ്മൾ ടൈം പാസ്റ്റ് പറയുന്നത് ദൈവം വരുത്തി അല്ലേ? ദൈവത്തോട് ഭോഷത്വം, ലോർഡ് അവന് പകരം പറയുന്നത് അറിയോ? ഇതിന്റെ അടുത്ത അധ്യായം വായിക്കണ്ട. വി നോട്ട് വാണ്ട് ടു ഗോ ദേർ. സ്വന്തം ഭാര്യ അവനോട് പറയുന്നുണ്ട് ഗോ ആൻഡ് കമ്മിറ്റ് സൂസൈഡ്. കെട്ടിഞ്ഞാണ്, നീ വിശ്വസിക്കുന്ന ദൈവത്തെ കളഞ്ഞ് ചത്തൂടെ അല്ലെ? അടിപൊളിയല്ലേ? സ്വന്തം വൈഫ് വന്നിട്ട് പറയാം വൈ ഡോണ്ട് യു കമ്മിറ്റ് സൂസൈഡ്. യോബ് പറയുന്നത് പൊട്ടിനെ പെണ്ണിനെ പോലെ നീ സംസാരിക്കാതെ. അതും കൂടി ഒന്ന് വായിക്കാമോ? വാക്യം 10-ാം വാക്യം. യെസ്. ദൈവത്തിന്റെ കയ്യിൽ നിന്ന് ഇന്ന് രാത്രികാലം ദൈവം നന്മ മാത്രമേ ചെയ്യത്തുള്ളൂ. പക്ഷെ പല സമയങ്ങളിലും നമ്മുടെ വിശ്വാസത്തിന്റെ ടെസ്റ്റും വിശ്വാസത്തിൽ നമ്മൾ ഉറപ്പിക്കുന്നതിനും പല സമയങ്ങളിലും അല്ലെങ്കിൽ നിത്യതയുടെ ദർശനത്തിൽ നമുക്കറിയത്തില്ലല്ലോ 100 കൊല്ലം കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത്. പലപ്പോഴും ദൈവം നമ്മളെ ശോധനയിലൂടെയൊക്കെ കടത്തിവിടും. ആ സമയങ്ങളിലെല്ലാം ഞാൻ പൊട്ടനെ പോലെ ചിന്തിക്കല്ലടാ, പൊട്ടിയെ പോലെ ചിന്തിക്കാതെ ദൈവത്തിൽ നിന്ന് നമ്മൾ നന്മ മാത്രമേ പ്രാപിക്കാൻ പറ്റുമോ? Shall we not only receive good from our God? Can he not give anything hard to us? വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ 2 മാസം വൈകി കഴിഞ്ഞാൽ our faith is gone. Questions are coming. Where is God? പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ മറുപടി കിട്ടിയില്ലെങ്കിൽ where is God? God is looking for some people whom he can put test upon, faith upon. ഒരു ഗുഡ് ന്യൂസ് ഉള്ളത് പലപ്പോഴും നമ്മൾ ഈ ടെസ്റ്റിൽ കൂടി കടന്നു പോകാൻ അറിയാം. ദൈവത്തിന് നമ്മളിൽ വലിയ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ്. ഇതേപോലത്തെ ഒരു വ്യക്തിയുണ്ട് ബൈബിളിൽ, പത്രോസിനെയും ദൈവം പരീക്ഷണത്തിലൂടെ കടത്തി വിടണമെന്ന് സാത്താൻ ചോദിക്കുന്ന ഒരു ഭാഗമുണ്ട്. സാത്താൻ നിന്നെ 10 പോലെ പറ്റാൻ പെർമിഷൻ ചോദിച്ചു, ഞാൻ കൊടുത്തില്ല. ദാറ്റ് ഇസ് വാട്ട് ഹി സേസ്. കൊടുത്തിരുന്നെങ്കിൽ പത്രോസ് റൂഫിൽ 25 പ്രാവശ്യം ഇടിച്ചു വീണേനെ. യു സീ ദാറ്റ്? പക്ഷെ ദൈവം നോക്കുന്നത് എന്താ പറയുക? നമുക്ക് എല്ലാവർക്കും ഇന്ന് രാത്രികാലം പറയാം, കർത്താവെ ഐ വോണ്ട് ടു ഹാവ് ഫെയ്ത്ത് ഇൻ യു, നിന്നിൽ എനിക്ക് വിശ്വാസം വേണം. പക്ഷേ ഇന്ന് രാത്രികാലം എത്ര പേരിൽ ദൈവത്തിന് തന്റെ വിശ്വാസം അർപ്പിക്കാൻ കഴിയും?
എത്ര പേരിൽ ഞാൻ ചോദിച്ചോട്ടെ, നമ്മളിൽ പലരും, ഞാനത് ചലഞ്ച് ചെയ്തതിന്, നമ്മൾ പലരും കോളേജ് ഫീസ് കൊടുക്കാൻ പറ്റാതെ നിന്നിരുന്ന പലരല്ലേ നമ്മള്. ഇന്ന് സകലതും കിട്ടിയപ്പോ പല കുഞ്ഞുങ്ങൾക്കും ഫീസ് ഇല്ലാതെ അവിടെ ഇരിക്കുമ്പോ തിരിഞ്ഞു നോക്കാൻ മുഖം കാണിക്കാത്ത നമ്മളല്ലേ. ഹൗ ക്യാൻ ഗോഡ് ട്രസ്റ്റ് us? ദൈവത്തിന് എങ്ങനെ നമ്മുടെ കയ്യിൽ 1,00,000 രൂപ ഏൽപ്പിക്കാൻ പറ്റും? God can give us 1 lakh rupees when he knows I give him some amount, he will use it for what I want him to do. ഷെൽഫ് മുഴുവനും തുണി അട്ടിരിക്കുമ്പം വീണ്ടും ഷോപ്പിങ്ങിന് പോകുന്ന നമ്മൾ മനസ്സിലാക്കണം, there are many who don't have dress to eat, food to eat, dress to wear. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല, ഞാൻ ക്ഷീണിച്ചു. നാട്ടിലൊരു ട്രെൻഡ് ഞാൻ കണ്ടിട്ടുള്ള ട്രെൻഡ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു അപ്പനും ഒരു അമ്മയും ഒരു കൊച്ചും, അവരുടെ വീടിന്റെ ബെഡ്റൂമിന്റെ എണ്ണ 5. പലതും ഇവിടുന്നൊക്കെ തന്നെ ആൾക്കാരെ പണിയുന്നത്. ആർക്ക് വേണ്ടി പറയും? ഈഗോ, കവച്യസ്നെസ്. കണക്ക് കൊടുക്കേണ്ട ദിവസങ്ങൾ വരും. നിന്നെ ഞാൻ വിശ്വസ്തയോടെ ഏൽപ്പിച്ചപ്പം നീ നിനക്ക് വേണ്ടി മാത്രം സകലതും ചെലവാക്കി തീർത്തില്ലേ എന്ന് ചോദിക്കേണ്ടി വരും. പല ദൈവദാസന്മാർ, ഞാൻ ICBF മാത്രമായിട്ടല്ല പറഞ്ഞത്, പല ദൈവദാസന്മാരും 5,000 രൂപയ്ക്ക് മാസം എത്തിക്കുമ്പം നമ്മൾ ആരും സ്വർണ്ണക്കരണ്ടി വായിൽ വെച്ച് ജനിച്ചവരല്ല, ഇത് അറിയാത്തവരല്ല. നമ്മൾ പലതും കഷ്ടപ്പാടിലൂടെ ജനിച്ചു വളർന്നവരാ അല്ലേ? അപ്പൊ നമ്മൾ മറന്നു പോകാൻ പാടുണ്ടോ? Can we not be thankful to God? It is more blessed to give. ദൈവത്തിന്റെ കൽപ്പനയാ, ദൈവത്തിന്റെ വചനമാ. It is more blessed to give than receive. പലരും പ്രയാസങ്ങൾ വരുമ്പം കൂപ്പ് കൈ കാണിച്ച് പ്രേയിങ് എന്ന് പറഞ്ഞ് ഇടാതെ ആ ഫോൺ എടുത്ത് മേ ബി യു ക്യാൻ ടോക്ക് ടു ദ പേഴ്സൺ, യു ക്യാൻ ഗിവ് സംതിങ് ആൻഡ് സോൾവ് ദ പ്രോബ്ലം. ഒരു 5,000 രൂപയുടെ വിഷയം തീർക്കാൻ എന്തിനാ അവരെ കൊണ്ട് ഉപവസിപ്പിക്കുന്നേ? പല പ്രാർത്ഥനകൾക്ക് മറുപടി ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ മക്കളിലൂടെയാ. അറിയാമോ നിങ്ങൾക്ക്? മോസ്റ്റ് ഓഫ് ദ പ്രേയേഴ്സ് ആർ ആൻസേർഡ് ഇഫ് ദ പീപ്പിൾ ഓഫ് ഗോഡ് റെസ്പോണ്ട് ടു ദ നീഡ്. വിധവമാര്, എത്രയോ അനാഥര്, എത്രയോ ശുശ്രൂഷകന്മാര്. നമുക്കുള്ള കഴിച്ച ശിഷ്ടമുണ്ടല്ലോ, കഴിച്ച് തീർന്ന മേശപ്പുറത്തുനിന്ന് വീണ ശിഷ്ടം, അത് മാറ്റി വെക്കരുത് ദൈവവേലയ്ക്ക് വേണ്ടിയിട്ട്. ഗിവ് ഫ്രം വാട്ട് യു ഹാവ്. Give from what you have. ദൈവം നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന ഇടങ്ങൾ ആക്കി വെച്ചിരിക്കുന്നത് ഓരോ വർഷത്തെ പ്രൊമോഷൻ കിട്ടുമ്പോൾ, ഹൈക്ക് കിട്ടുമ്പം അടുത്ത ഒരു ബ്രാൻഡ്, അടുത്തൊരു കാർ ആക്കാനല്ല. God, you have given me more so that I can give more. അല്പം ഉടുപ്പാനും തിന്മാനും ഡീസന്റ് സ്റ്റാറ്റസ്. ആരും ഒന്നും കീറ വസ്ത്രം ഇടാൻ പറയുന്നില്ല. ഈവൻ God gives something decent, good enough. ഇത്രയൊക്കെ മതിയടാ, ഇത്രയൊക്കെ മതി. This is enough. Now let's give for the Lord. ഒരു കോഴിയും ഒരു പന്നിയും തമ്മിൽ രാവിലത്തെ ഒരു കോൺവെർസേഷനാ. എൻ്റെ യജമാനനെ ഞാൻ എങ്ങനെ സന്തോഷിപ്പിക്കാം? അപ്പൊ കോഴി പറയുവാണ്, എൻ്റെ യജമാനനെ ഞാൻ ഇന്ന് രാവിലെ നല്ലൊരു പൊന്മുട്ട ഇടും, അത് യജമാനന് നമ്മൾ എന്താക്കി കൊടുക്കും? നല്ല ബുൾസെ അടിച്ചു കൊടുക്കുക, അദ്ദേഹം പെപ്പറും ഉപ്പും ഒക്കെ ഇട്ട് അത് കഴിക്കും. ദാറ്റ് ഈസ് മൈ ഹൗ ഐ ഗോണ ഷോ മൈ ലവ് ടുവേർഡ്സ് മൈ മാസ്റ്റർ. ഇത് കേൾക്കുമ്പോൾ വിഷമിച്ചിരിക്കുന്ന പന്നി ഒന്നും പറയുന്നില്ല. 11 മണിയായപ്പോൾ പന്നി പറഞ്ഞു, യു നോ വാട്ട്, ഐ എം ഗോയിങ് ടു ബി എ ഹാംബർഗർ ഫോർ മൈ മാസ്റ്റർ. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഞാൻ അറുക്കപ്പെടും. ചിലർക്ക് ക്രിസ്തീയ വേല എന്ന് പറയുന്ന വെറും കോൺട്രിബ്യൂഷനാ, ചിലർക്ക് അതൊരു കമ്മിറ്റ്മെന്റാ. വില കൊടുക്കാൻ തക്കവണ്ണം. When will our missions and commitment, our missions and the passion for the Lord becomes a commitment? When will it become? നമ്മൾ LKG-യിൽ നിന്ന് 10-ൽ എത്തണം. തുടങ്ങിയ കാലത്തുള്ള പോലെ തന്നെ നിൽക്കാൻ പാടില്ല. We should grow. We should grow. വെറുതെയോ ഇയ്യോബ് നിന്നെ പിഞ്ചെല്ലുന്നതിന് ഒരു ദിവസം പറയാൻ വേണം, ഒന്നും കിട്ടിയില്ലെങ്കിലും എനിക്ക് വേണ്ടി അറുക്കപ്പെട്ട കുഞ്ഞാടിനു വേണ്ടി ശിഷ്ടകാലം മുഴുവനും, ഇന്ന് മുതൽ ഒരു പ്രൊമോഷനും നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും
നിങ്ങളുടെ മുമ്പിൽ ഒരു നന്മയും വന്നില്ലെങ്കിലും ക്രൂശിൽ അവൻ ഒരിക്കൽ ചെയ്തതായ നന്മ അതൊന്നോർത്തു മാത്രം ശിഷ്ടായുസ് മുഴുവനും വിശ്വസ്തയോടുകൂടെ ഞാൻ എൻ്റെ കർത്താവിനെ ആരാധിക്കും, അവന് വേണ്ടി ജീവിക്കും എന്ന് തീരുമാനിക്കാൻ ദൈവം നമ്മൾ സഹായിക്കണം. ഈ മേശയിലേക്ക് കൈ നീട്ടുമ്പോൾ നിങ്ങൾ ചോദിക്കണം, കർത്താവേ, ഒരു നന്മയും നീ എനിക്ക് ഇനി തന്നില്ലെങ്കിലും നിന്റെ രക്തം ഒന്നു മാത്രം നശിച്ച ഈ ലോകത്തിൽ കർത്താവേ, നീ എന്നെ തേടി വന്ന സ്നേഹമോർത്ത് മാത്രം I will follow you, I will worship you. Lord, നിന്റെ കുഞ്ഞിനെ നീ എനിക്ക് ദാനമായി തന്നെങ്കിൽ കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞ് നിനക്ക് വേണ്ടി ജീവിക്കണം, നിന്നെ സേവിക്കണം, നിന്നെ സ്നേഹിക്കണം കർത്താവേ. അതിനായി ഞാൻ ഉപവസിക്കും, അതിനായി ഞാൻ ആഗ്രഹിക്കും. അതാകുന്നു എൻ്റെ ആഗ്രഹം, അതാകുന്നു എൻ്റെ പാട്ട്, അതാകുന്നു എൻ്റെ പ്രാർത്ഥന. കർത്താവേ, എൻ്റെ കുടുംബമോ ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. Lord, help us for that. Thank you, Lord, for this beautiful time. In Jesus' name, amen.